കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ PM ശ്രീ ഏറ്റെടുക്കാൻ കേരള സർക്കാർ രഹസ്യമായി എടുത്ത തീരുമാനവും അതിനെ തുടർന്ന് സംസ്ഥാനത്തിനകത്തും പുറത്തും ഉടലെടുത്ത രാഷ്ട്രീയ വിവാദങ്ങളും ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. ഇടതു മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI ഉൾപ്പെടെ ആരുമായും ചർച്ച ചെയ്യാതെ അതീവ രഹസ്യമായി കരാറിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന്റെ നടപടി ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെ നടന്ന ഈ നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും പ്രത്യേകിച്ച് BJP വിരുദ്ധ ചേരിയിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിനെ തുടർന്ന് ഏറ്റവും ശക്തമായ അതിർത്തി രേഖപ്പെടുത്തിയത് തമിഴ്നാടാണ്. സംസ്ഥാനങ്ങൾക്ക് മേൽ കേന്ദ്രം നടത്തുന്ന അധികാര കയ്യേറ്റമായിട്ടാണ് DMK സർക്കാർ ഈ പദ്ധതിയെ കാണുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന തമിഴ്നാട് വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിന്റെ ഈ മനംമാറ്റം അവർക്ക് വലിയ തിരിച്ചടിയായി മാറി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണികൾ ഒന്നിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രമുഖ ഇടതുപക്ഷ സംസ്ഥാനത്തിന്റെ ഇത്തരമൊരു നീക്കം മുന്നണിക്കുണ്ടായ വലിയ തിരിച്ചടിയായിട്ടാണ് DMK വിലയിരുത്തുന്നത്. ഇത് തമിഴ്നാട് ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന ബന്ധത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടായേക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയത് ഈ കരാറിൽ ഒപ്പിട്ടതിലെ രഹസ്യ സ്വഭാവമാണ്.